ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോ ചില ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്കമിംഗ് ഫാർമസിസ്റ്റ് എക്സാംസ് എല്ലാം നമുക്ക് നോക്കാം. LSGD കാലിക്കറ്റ് ആൻഡ് തൃശൂർ ഡിസ്ട്രിക്ട്, 2 ഡിസ്ട്രിക്ട്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ ഇടയ്ക്ക് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കാലിക്കറ്റ്, തൃശൂർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സ് ഓൾറെഡി വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക, ഉടനെ വരുന്നതായിരിക്കും. then RRB ഫാർമസിസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റും വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതായത് സെപ്റ്റംബർ 8 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് RRB എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കുക. അടുത്തതായി IMS ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം. IMSന്റെ ആലപ്പുഴ, കാസർഗോഡ്, മലപ്പുറം, വയനാട് അങ്ങോട്ടുള്ള എക്സാംസ് ഒക്കെ എന്തായാലും ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. അപ്പൊ ബാക്കി എക്സാംസിന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 2023 വന്നത്. അപ്പൊ എന്തായാലും 2026 കൂടി അത് എക്സ്പയർ ആവും. അപ്പോൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിന്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വന്നില്ലെങ്കിലും ഒരു 2-3 ഉടനെ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. then എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന GPAT 2026 എക്സാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് BPharm കഴിഞ്ഞിട്ട് MPharm PGയുടെ അഡ്മിഷൻ എടുക്കാനും അതുപോലെ PhDയുടെ അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു എക്സാം ആണ് GPAT 2026. അപ്പൊ ഇത്രയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഫാർമസിസ്റ്റിന്റെ എക്സാംസ്. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, എന്തായാലും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും അപ്കമിംഗ് ആണ്. എല്ലാത്തിനും വേണ്ടി എജ്യൂസ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റാങ്ക് ബൂസ്റ്റർ ഫയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, അനിമേറ്റഡ് ക്ലാസ്സസ്. അതായത് അനാട്ടമി, ഫിസിയോളജി പോലുള്ള സബ്ജക്ട്സ് കുറച്ച് ഡ്രൈ ആണല്ലേ, നമ്മൾ ക്ലാസ്സസ് മാത്രം കേട്ടാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സബ്ജക്ട്സിന് വേണ്ടിയിട്ട് അനിമേറ്റഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് റാങ്ക് ഫയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻറ്റയർ സിലബസ് ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ നമ്മൾ തരുന്നുണ്ട്. പ്ലസ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഓരോ ടോപ്പിക്കും ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ഫാക്കൽറ്റീസിനെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഈ ക്ലാസ്സസിന്റെ തന്നെ PDF നോട്ട്സ് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? അതുപോലെ മെന്റർ സപ്പോർട്ട്. അതായത് ഓരോ സ്റ്റുഡൻസിനും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റർ സപ്പോർട്ട്. അതായത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ലൈക്ക് എനി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ മെന്ററിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ആണ്. നെക്സ്റ്റ് ഇസ് PDF പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓരോ ടോപ്പിക്സിന്റെയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടോപ്പിക് വളരെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാനും അത് അത്രത്തോളം സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വെക്കാനും അത് കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്കുള്ളത് മോഡൽ എക്സാംസ് ആണ്. എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം അല്ലെ, ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് 3000 rupees വർത്ത് ആയിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ ഫയൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അതായത് ഇത്രത്തോളം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് എജ്യൂസ് അക്കാഡമി നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. കാരണം ആനിമേറ്റഡ് ക്ലാസ്സസ് ഒക്കെ അത് അത്രയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക്, അതുപോലെ മെന്റർ സപ്പോർട്ട്, അത് എല്ലാ രീതിയിലും നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. സോ ഇത്രയാണ് നമ്മുടെ എജ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഫീച്ചേഴ്സ്. ഇനി കറന്റ്ലി നമുക്ക് എത്രത്തോളം ബാച്ചസ് റണ്ണിംഗ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. കറന്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ലോങ് ടേം ബാച്ചസ് അവൈലബിൾ ആണ്. ദെൻ RRB ഫാർമസിസ്റ്റിന്റെ ബാച്ച് 2 ഇപ്പോ കണ്ടിന്യൂയിങ് ആണ്. അതുപോലെ തന്നെ LSGD ഫാർമസിസ്റ്റിന്റെ ബാച്ച് 2 കണ്ടിന്യൂയിങ് ആണ്. ദെൻ GPAT 2026ന്റെ ഒരു ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും ബാച്ച് ഇപ്പൊ കറന്റ്ലി റണ്ണിംഗ് ആണ്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി അതുപോലെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. എനിവേ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, എക്സാം ക്രാക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.